Hi children, ഇന്ന് ഒരു പെപ് ടോക്കാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. മാത്തിന്റെ പ്രശ്നങ്ങളൊക്കെ എന്താണ്, അതിന്റെ കാര്യങ്ങൾ ഒരു 10ഓളം മോഡ്യൂൾസ് നിങ്ങൾ കണ്ടു കാണും. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് മാത്സ് എന്ന് പറയുന്നത് എന്താണ്? മാത്സ് അത്ര ഹാർഡൊന്നുമില്ല. ഇറ്റ് ഇസ് നോട്ട് ഹാർഡ്. അത് നമ്മൾ ഹാർഡാണ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ലേണിംഗ് ബൈ ഡൂയിങ്. ഡിഫിക്കൽട്ടി എപ്പോഴും എന്താ പറയുക, ചെറിയ ക്ലാസ്സിലാണ്. വലിയ ക്ലാസ്സിലോ ആഫ്റ്റർ 10 ഒന്നല്ല. 10ൽ കുറച്ച് ഡിഫിക്കൽട്ടി 9th 10th ഉണ്ടാവും. ഇത് മാത്സ് കാരണം ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. മാത്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലാക്കി പഠിക്കും. അതായത് നമ്മളൊരു കൺസെപ്റ്റ്, ഫ്രാക്ഷനോ അല്ലെ ഡെസിമൽസോ വാട്ട് എവർ ബി ദാറ്റ് എന്തായി കഴിഞ്ഞാൽ മനസ്സിലാക്കി എന്താണ് സംഭവം. ബുക്കിൽ പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബുക്കിലൊക്കെ ചില ബുക്സിൽ വളരെ ഡീറ്റെയിൽ കൊടുക്കും, ചില ഗൈഡിൽ അതിനേക്കാൾ ഡീറ്റെയിൽ ഉണ്ടാവും. പക്ഷെ നമുക്കൊന്ന് ചിന്തിക്കണം. അതെല്ലാം നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ചും ചെറിയ ക്ലാസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഇമാജിനേഷൻ നമുക്ക് വേണം. ഇമാജിൻ എന്ത് പറഞ്ഞാലും വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ്, വൈ ആർ വി സ്റ്റഡിങ് ദാറ്റ്. ക്രിറ്റിക്കൽ തിങ്കിങ്ങിലേക്ക് വരണേ എപ്പോഴും മാത്സിന്റെ കാര്യം. നൗ എപ്പോഴും പറയാറുണ്ട് ഫ്രാക്ഷൻ തന്നെയാണ് ഡെസിമൽ, ഡെസിമൽ തന്നെയാണ് പെർസെൻറ്റേജ്. അതൊക്കെ ഓരോ കണക്ഷൻ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ അതിന്റെ ബേസിക് ഐഡിയ, ഈ ഒരു ടോക്കിംഗ് പ്രത്യേകിച്ചും ഓൺലൈനിലേക്ക് വന്നു, ഫേസ് ടു ഫേസ് നിങ്ങൾക്ക് മാത്സിൽ എന്ത് സംശയം ചെയ്യും, വാട്ട് എവർ ബി ദ ഡിഫിക്കൽട്ട് യു ക്യാൻ ആസ്ക്. അപ്പോൾ ഫേസ് ടു ഫേസ് വരാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. മാത്സിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ആദ്യം സോൾവ് ചെയ്യണം. ആ ബേസിക് ഐഡിയാസ് വീണ്ടും നമുക്ക് പ്രശ്നങ്ങളാണെങ്കിൽ ബിൽഡിങ് മാത്രമാണ് അതിന്റെ ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ ആ ബിൽഡിങ് പൊളിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ പരിചയത്തിൽ നിന്ന് പറയാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രശ്നം. അതായത് 5th 6th 4th വരെ അങ്ങനെ പോവും കുറെ കാര്യങ്ങൾ. അതിലെ മെയിനായിട്ട് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പൊ ആ ഒരു കൺസെപ്റ്റും ചില, അതായത് മെഷർമെന്റ് കാര്യങ്ങളിൽ ഏരിയ, പെരിമീറ്റർ, അങ്ങനെയുള്ള കൺസെപ്റ്റ് വരുന്നത്. ആൾജിബ്ര തന്നെ 6th തുടങ്ങുന്നത്, ഇൻഡിജേഴ്സ് 6th തുടങ്ങുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ 5 വരെ നമ്മൾ പഠിക്കും. അതിൽ അധികം ഒന്നുമില്ല. ഫസ്റ്റ് എന്താണ്? അഡീഷൻ, ആഡ്. 2 സബ്ട്രാക്ഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, കൂട്ടുക, കീക്കുക. അത് തന്നെയാണ് കൂട്ടുക. സബ്ട്രാക്ഷൻ മീൻസ് കീക്കുക. പിന്നെ തേർഡില്ലേ, ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലൈ. അഡീഷൻ, സബ്ട്രാക്ഷൻ, multiplication, then 4th one division. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം അപ് ടു 5 വരെ ഇതിൻ്റെതായ കാര്യങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രശ്നം ഇവിടെയാണ്. നമ്മൾ KG, UKG, LKG 1, 2 എല്ലാത്തിലും അഡീഷൻ പഠിപ്പിക്കും. പക്ഷെ ആർക്കും മര്യാദ ആഡ് ചെയ്യാൻ അറിയില്ല. എസ്പെഷ്യലി സബ്ട്രാക്ഷൻ എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കും. അതിന്റെ കാര്യമല്ല, പഠിപ്പിക്കുമ്പം ശരിക്കും പഠിപ്പിക്കാം. വലിയ കാര്യമൊന്നുമല്ല, അധികം കാര്യങ്ങൾ പഠിപ്പിക്കണം. റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറയും. നിങ്ങൾ ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഒരു ഡേ ടു ഡേ ലൈഫിൽ പ്രശ്നങ്ങൾ, ഓരോ ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ക്ലാസ് വർക്ക് കൊടുക്കാം.
ഹയർ ക്ലാസ്സിൽ ഹോംവർക്ക് കൊടുക്കും. മാത്സ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്. ആ ക്ലാസ് വർക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഹോംവർക്ക്, കാരണം പുതിയതായ കൺസെപ്റ്റിലേക്ക് അവരെ കൊണ്ടുവരും. അതാ വേണ്ടത്. അഡീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കൊടുക്കണം. പ്രോബ്ലംസ്, ഓരോ കാര്യം ആഡ് ചെയ്യാൻ എന്തെല്ലാം കൊടുക്കാം നമുക്ക്. മനസ്സിലാവുന്നില്ലേ? ഷോപ്പിൽ പോകുന്ന കാര്യങ്ങൾ, അവിടെ അഡീഷൻ നടക്കുന്നുണ്ട്. ഓരോ സാധനങ്ങൾ വാങ്ങാം. ടൊമാറ്റോ, പൊട്ടാറ്റോ, റൈസ്, ഷുഗർ ഒക്കെ വാങ്ങി വി ക്യാൻ ആഡ് ദ പ്രൈസ്. സബ്ട്രാക്ഷൻ, പോക്കറ്റിലെ മണി അത് വാങ്ങിക്കഴിഞ്ഞാൽ എത്ര കൊടുത്തു, സബ്ട്രാക്ഷൻ വരുന്ന അവിടെ. അങ്ങനെ ഡേ ടു ഡേ ലൈഫിലെ പ്രോബ്ലം ആയിട്ട് നമ്മൾ കണക്ട് ആവുന്നില്ല. നമ്മൾ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കാം, അത് ഒഴിവാക്കണം. സി, അഡീഷൻ. ഫസ്റ്റ് ഈസ് അഡീഷൻ. സബ്ട്രാക്ഷൻ. നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ 6th-ലോ 7th-ലായി കഴിഞ്ഞാൽ ഇവിടെ കൺഫ്യൂഷൻ കാണാം. ബിഗ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ, പിന്നെ ഫൈൻഡ് ദ ഡിഫറൻസ് ആവും സബ്ട്രാക്ഷൻ. അത് 6th-ല് ഇൻഡിജേഴ്സ് വരുമോ, അല്ലെങ്കിൽ ലാഭം നഷ്ടം അങ്ങനെയാണ് ചെയ്യാം, നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ കാര്യമായ പ്രശ്നം എന്താ? ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അഡീഷൻ ആണ്. ഈ അഡീഷൻ ആണ് റിപ്പീറ്റഡ് അഡീഷൻ. അഡീഷൻ റിപ്പീറ്റഡ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. 7 + 7 + 7 + 7, that means 7 4 times. That is 4 sevens, 7 fours, 28. 28 കിട്ടില്ലേ? റിപ്പീറ്റഡ് അഡീഷൻ. 1 2 3 4, 7 rupees, വീണ്ടും 7 rupees, വീണ്ടും 7 rupees, വീണ്ടും 4 ടൈം 7 rupees, 28 rupees ആണ്. ഇതാണ് അഡീഷൻ. Repeated addition, that is multiplication. This is multiplication. Multiplication is repeated addition. Subtraction is repeated subtraction. Division. Division is repeated subtraction. Division, addition, subtraction clear ആയിട്ട് മതി മൾട്ടിപ്ലിക്കേഷനിൽ പോവാം. നമ്മൾ ജമ്പ് ചെയ്യണ്ട. ടീച്ചേഴ്സും പാരൻസും ശ്രദ്ധിക്കാനുള്ളത്, അവര് സിലബസ് ഒക്കെ ഉണ്ടാവും, പോർഷൻ ഉണ്ടാവും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് പറ്റുമെങ്കിൽ സ്കൂൾ തന്നെ എക്സ്ട്രാ ക്ലാസ് എടുക്കണം. സ്കൂളിൽ നിർത്തിയിട്ട് 1/2 മണിക്കൂർ 1 മണിക്കൂറോ ഒക്കെ ചെയ്യാം. അല്ലാതെ നിങ്ങൾ ട്യൂഷനോ മറ്റോ പോയി കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിലാണ് ഞാൻ പറയുന്നത്. കാരണം അതൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മിക്കവാറും ബിസി ആവുന്ന ടൈം ബിസി ഉണ്ടാവില്ല. whatever you are studying, maths or science, enjoy it. അത് ശ്രദ്ധിച്ച് പഠിക്കുക. അത് പഠിക്കുമ്പം പഠിക്കുക. എൻജോയ്, സെലിബ്രേറ്റ്. അല്ലാതെ അതൊരു വലിയൊരു സംഭവമായിട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇവിടെ ഡിവിഷൻ, റിപ്പീറ്റ്, സബ്ട്രാക്ഷൻ, ഡിവിഷൻ. അതിന് നിങ്ങൾ എന്താ ചെയ്യുന്ന? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. നിങ്ങൾ സ്വന്തം ചെക്ക് ചെയ്യുക, എത്ര ആൾക്കാർ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാത്തവരുണ്ട്. എനിക്കറിയാം, 6th-ലെത്തിയാലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 7 8 അറിയില്ല, കൺഫ്യൂഷനാണ്. വാട്ട് എവർ ബി ഏത് മെത്തേഡായും കുഴപ്പമില്ല, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാത്ത രക്ഷ. ഡിയർ സ്റ്റുഡൻറ്, പ്ലീസ്. 2 3 4 എല്ലാവർക്കും അറിയാം, 5 എല്ലാവർക്കും അറിയാം. ആഫ്റ്റർ 6 6 7 8 9 ആണ് ഫിംഗർ മെത്തേഡ് ഉണ്ട്. ഫിംഗർ മെത്തേഡ് അത് എല്ലാവർക്കും അറിയാം, എനിക്ക് എൻ്റെ വിശ്വാസം. പഠിക്കേണ്ട കാര്യമല്ല. 10th already, it is okay. Add 0. 5 into 10 50, 5 7 into 10 70. ഞാൻ എന്ത് പറഞ്ഞു? 9 പഠിക്കണ്ട, കാരണം ഫിംഗർ മെത്തേഡ് ഉണ്ട്. 9 അതറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി. ബ്യൂട്ടിഫുൾ മെത്തേഡ്, ഫിംഗർ ഉപയോഗിച്ചിട്ട് അത് പഠിക്കാൻ പറ്റും. 2 9, 2 or 3 9, whatever be that, ലോക്ക് ചെയ്യുക. 3 ലോക്ക് ചെയ്യുക. 2 7 27. 6 ലോക്ക് ചെയ്തു. 6 ലോക്ക് ചെയ്തില്ലേ? 6 ലോക്ക് ചെയ്തു. 6, you can see, this is the answer 54. ആ മെത്തേഡ് അറിയാം, അല്ലെങ്കിൽ ചോദിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അറിയാം, എല്ലാ ബുക്കിലും ഉണ്ട്. അപ്പൊ
9 പഠിക്കണ്ട, finger method, 10th, 10 already you know, 5 very easy, up to 5 everybody know. Some are confusing, I think so. ആ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ശരിയാക്കി. 6, 7, 8 ഒന്ന് പഠിക്കും പ്ലീസ്. അതിന് എത്ര സമയം നിങ്ങൾ ചെലവഴിച്ചാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്സിന്റെ കുറെ ഭാഗങ്ങൾ പഠിച്ചു. പിന്നെ അതിനുശേഷം ഇൻഡിജേഴ്സാ വരുന്നത്. 3 - 7 ഇൻഡിജേഴ്സ്. സിക്സ്ത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡിജേഴ്സ്. 3 - 5 വരുന്നത്. ദാറ്റ് മീൻസ് 3 + -5. ആ മൊഡ്യൂൾസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. Find the difference and put the sign of the big number, absolute value greater. Difference of 5 and 3 is 2. So -2. Integers. സിക്സ്ത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 7 - 8. പെട്ടെന്ന് നിങ്ങൾ എഴുതാൻ പറ്റും. 7 + -8. That is -1. 0 - 15. 0 + -15. That is -15. Integers. കുറച്ച് കൺഫ്യൂഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഡിജേഴ്സ് എന്താണ് ആ പ്രശ്നം? അതെല്ലാം മോഡ്യൂൾസ് വ്യക്തമായി പറഞ്ഞു. അതൊക്കെ നമുക്ക് റിവൈസ് ചെയ്യുക. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഓർ -2 + 9. Find the difference. 9 - 2, that is, this is 9 - 2, my dear. That is 7. ഇതാണ് ഇൻഡിജേഴ്സ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. പിന്നെ സിക്സ്ത്തിൽ വരുന്ന ആൾജിബ്ര അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഈസി എന്നല്ല പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആൾജിബ്രാണ് അടുത്തത് വരുന്നത്. ആൾജിബ്ര S+3 വരുന്നു. ഇതുവരെ 2 + 3 FR. ഇപ്പൊ S+3. You cannot add. What is X, sir? You had to get the value. X is a variable, 3 is a constant. Variable means it is varying. So this is algebra. That means operation of variables also with numbers. ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കുക. അത് നമുക്ക് ചെയ്യാം. ആൾജിബ്ര ഓൾവേസ് ഐ ആം ടെല്ലിംഗ് 50% or 60% of maths is algebra. Up to 10, 10th ക്ലാസ് വരെ 60% മാത്സിന്റെ കാര്യങ്ങൾ ആൾജിബ്ര. നീ കാണാൻ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ, 2 വേരിയബിൾസ്. AP നിങ്ങൾ കാണാം, അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നിങ്ങൾ കാണാം, ആൾജിബ്ര കാണാം. വളരെ യൂസ്ഫുൾ ആണ്. മേക്ക് ദ ഫോർമുല. നോട്ട് ഫോർമുല ബൈഹാർട്ട് ആക്കേണ്ട കാര്യമില്ല. അപ്പൊ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതിന് ശേഷം വരുന്നത് റേഷണൽ നമ്പേഴ്സ് ആണ്. ഒരു പുതിയ കൺസെപ്റ്റ് പറയുന്നത് റേഷണൽ നമ്പേഴ്സ്. വാട്ട് ഈസ് ദ റേഷണൽ നമ്പേഴ്സ്? rational numbers. Zero is not a fraction. 1 is not a fraction. -3/4 not a fraction. But it is rational number. -3/4 not a fraction. Fraction മൈനസിലേക്ക് പോവില്ല, പക്ഷെ റേഷൻ നമ്പർ ആണ്. 0 or -1. If you are drawing the number, you can see rational numbers. So ആ ഡിഫറൻസ് എന്താ എന്താ റേഷൻ നമ്പർ, എന്താ ഫ്രാക്ഷൻ? പ്രശ്നം തീർന്നു. ഫ്രാക്ഷൻ മാതിരി തന്നെ ചെയ്യാം, പക്ഷെ നെഗറ്റീവ്, less than 0. Fraction will not be 0 less than 0, but rational number. That means definition പഠിക്കുന്ന ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ, ബൈ ഡിനോമിനേറ്റർ,
ഡിനോമിനേറ്റർ നോട്ട് ഈസ് ഈക്വൽ ടു 0. ഡെഫിനിഷൻ ഒക്കെ കാരണം ടെസ്റ്റിലുണ്ട്. P by Q form Q not is equal to 0. Then fraction, after fraction I think there is no confusion, but be careful of addition and subtraction of fraction. അതിൽ LCM കാണേണ്ട സംഭവമുണ്ട്, പക്ഷെ കൂട്ടാൻ LCM കാണണ്ട, കുറക്കാനും LCM കാണേണ്ട മെത്തേഡ് ഉണ്ട്. LCM പഠിക്കേണ്ടതല്ല, അതിന് പുതിയ മെത്തേഡുകളുണ്ട്. LCM കൂട്ടാൻ നമുക്ക് ചെയ്യാം. മിക്സഡ് ഫ്രാക്ഷനും മിശ്ര ഭിന്നകങ്ങൾ അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാതെ നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. നിങ്ങൾ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യുക പ്ലീസ്. വി ക്യാൻ സീ ദാറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.